വീട്ടിൽ തബല ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അച്ഛനായിരുന്നു അല്ലേ തബലയിൽ ഇച്ചിരി പേര് AM പോൾ. പുള്ളി പഴയ മ്യൂസിഷ്യനാണ്. യേശുദാസിന്റെ ആദ്യത്തെ ഗാനമേള ട്രൂപ്പ് തുടങ്ങുന്നതിന് എൻ്റെ ഫാദറും ഫാദറിൻ്റെ അച്ഛനെ കൂടിയിട്ടാണ്. ഫാദർ ഇവിടെ കലാഭവനിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. അവിടെ വയലിൻ, തബല, സിത്താർ എന്നൊക്കെ പഠിപ്പിച്ചു. കുറേ എല്ലാ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് വായിക്കും. താങ്കൾക്ക് അതിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം ദക്ഷിണ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും അപ്പിച്ചെടുത്ത് ദക്ഷിണ വെച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട്. പക്ഷെ ഒന്ന് വീട്ടിലിത് ഒരുപാട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളതുകൊണ്ടിട്ട് സാധാരണ അങ്ങനെ ഉള്ളപ്പോൾ പിള്ളേർക്ക് എന്നോട് താല്പര്യം വരെയും പഠിക്കുകയുള്ളൂ. എനിക്കത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിനോടൊരു പ്രത്യേകിച്ചും തോന്നി. അതങ്ങോട്ട് മാറ്റി വെച്ച് പോയി. ഒന്നും പഠിച്ചില്ല. ബ്രദർ അലക്സ് പോൾ, അവൻ മാത്രമേ ശരിക്ക് മ്യൂസിക്കിലേക്ക് പോയുള്ളൂ. എൻ്റെ സിസ്റ്ററും അവള് അത്യാവശ്യത്തിന് പാടാൻ സിത്താർ വായിക്കുകയൊക്കെ ചെയ്യും. വീട്ടിലെങ്ങനെയായിരുന്നു നിങ്ങൾ 3 ബ്രദേഴ്സിന്റെ സ്വഭാവ രീതി? ഞാൻ പറഞ്ഞു 3 ആമ്പിളര് വീട്ടിലുണ്ടെങ്കിൽ ഒരു ബഹളം എനിക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. വളരെ രസകരമായിരുന്നു. കാരണം വെച്ചാൽ വൈകുന്നേരങ്ങളിൽ പാട്ട് പാടുക, സിസ്റ്റർ പാട്ട് പാടും, ഞാനും തബലേക്ക് വായിക്കും എന്ന് പറഞ്ഞാൽ വായിക്കാൻ ശ്രമിക്കുന്ന പോലത്തെ വായന. താളമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വായനയല്ല. അമ്മയോ? അമ്മച്ച് കാണുള്ളൂ. അതങ്ങനെ രസമായിരുന്നു. അലക്സ് പോൾ ഇപ്പൊ സിനിമയിലേക്ക് അല്ല മ്യൂസിക്കിലേക്ക് മാറിയിട്ട് താങ്കൾക്ക് അങ്ങനെ ഒരു മ്യൂസിക് സെൻസിലേക്ക് പിന്നെ തോന്നുന്നുണ്ടോ? സ്വന്തം പടത്തിന് എന്തെങ്കിലും മ്യൂസിക് ചെയ്യണം എന്ന് തോന്നിയില്ല? ഇത് ജഡ്ജ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അറിയില്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. അതൊന്നും വെറുതെ പറയുന്നത്. ഈ വീട് ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്ത് നല്ലൊരു വീട്. എന്നാ അത് വെച്ചത് ഇവിടെ? ഇതിപ്പോ 4-5 വർഷമാകുന്നു. ഇതിന്റെ എല്ലാത്തിലും താങ്കളുടെ കണ്ണുണ്ടോ? അതോ? ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേക്കൊന്നും പോയില്ല. പിന്നെ കുറച്ച് നാൾ ഈ ബിൽഡിംഗ് ഡിസൈനിങ്, സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ അത് പഠിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ അവിടെ ഒരു ഓഫീസിൽ, എറണാകുളത്ത് അസോസിയേറ്റ് ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞൊരു ഓഫീസിൽ ഞാൻ ഡ്രാഫ്റ്റ്സ്മാനായിട്ട് വർക്ക് ചെയ്തിരുന്നു 3 കൊല്ലത്തോളം. അപ്പോൾ അങ്ങനെ വരയ്ക്കാനുള്ള ടേസ്റ്റ് പണ്ട് പോലെ ഉണ്ട്, കുറച്ച് വരയ്ക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ വീടിനെ പറ്റി കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ചേരാനൊരു വീട് വെച്ചു. പക്ഷെ അത് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് വരപ്പിച്ചാണ് പണം തോന്നുന്നത്. സാധാരണ വീടായിരുന്നു. അപ്പോൾ തോന്നി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരണമായിരുന്നു എന്നുള്ള. പിന്നീട് ഒരു വീട് വെക്കാനുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് ഇങ്ങനത്തെ സ്ഥലം. അതായത് ഒരു ആളുകൾ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. കുറച്ച് അകത്തേക്ക് വന്നിട്ട് ഒരു കോമ്പൗണ്ടിലൊരു വീട്. നല്ല മിറ്റമാണ്. ഇതിനകത്തുള്ള എനിക്ക് മഴ വലിയ ഭ്രാന്താ. മഴ വന്നു കഴിഞ്ഞാൽ ഞാനും അതെ, പിള്ളേരും അതെ, എല്ലാവരും മഴയത്ത് ഇറങ്ങി നടക്കുക, മഴ കൊള്ളുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ കുറച്ച് പ്രൈവസി മറ്റിടത്തൊന്നും നടക്കില്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വീട്. കുട്ടികള് 2 പേര്. മോൻ ഇപ്പോ BCom പഠിക്കുന്നു, ക്രൈസ്റ്റ് കോളേജിൽ ബാംഗ്ലൂർ. മോള് +1 ചിന്മയില്. അവൾക്ക് എനിക്ക് മോളുടെ ക്ലാസ് പറയാൻ പേടിയാ. ഒരിക്കലും ഒരു ഇന്റർവ്യൂവിന് വന്ന് പറഞ്ഞപ്പോൾ അവള് അന്ന് 7 പഠിക്കുമ്പോൾ ഞാൻ 5 പറഞ്ഞു. അത് ഇപ്പൊ +1 തന്നെയല്ലേ? ഇപ്പൊ +1 തന്നെ. അപ്പൊ അന്നത് ഇവിടെ സ്കൂളിൽ അവൾക്ക് ഭയങ്കര ഇൻസൾട്ട് ആയി. അച്ഛന് നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കാന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ തമ്മിൽ അത്രക്ക് ഒരു അടുപ്പമില്ല എന്നുള്ള സംഭവം വന്നത്. അത് വലിയ കുഴപ്പമായി. അതാണ് മോള് വൈഫ് നാൻസി. എന്റെ മദറുണ്ട് ഇവിടെ. മക്കൾക്ക് സിനിമയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? അവന് ഡയറക്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്തൊക്കെ താല്പര്യമുണ്ട്. അവന് കോളേജിൽ എന്തോ നാടകങ്ങളും കാര്യങ്ങളൊക്കെ എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ എന്തോ ഞാൻ പക്ഷെ അവൻ്റെ ഒന്നും പെർഫോമൻസും കണ്ടിട്ടില്ല, അവൻ എഴുതിയതും ഞാൻ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം പോകുന്നപ്പോൾ നാടകത്തിന്റെ CD-യിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ഞാൻ അഭിനയിക്കുന്ന കാര്യത്തിൽ അവന് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ മോൾക്ക് ഞാൻ അഭിനയിക്കുന്നതിനോട് വലിയ താല്പര്യം. അവൾക്ക് ഇങ്ങനെ ഒരു നടന്റെ മകളെന്നൊക്കെ പറയാനായിട്ട് ഇത്തിരി ചാടയുള്ള കൂട്ടത്തില്ല. അവളൊരു പടത്തിൽ അഭിനയിക്കുകയും ചെയ്തു. അത് ചാന്തുപൊട്ട് എന്ന് പറഞ്ഞ പടത്തില് ചുമ്മാ ദിലീപിന്റെ ഫ്രണ്ട്സ് ഡാൻസ് ഒക്കെ ചെയ്തു, നന്നായി ഡാൻസ് ചെയ്തു. ഇപ്പോ ലാൽ ക്രിയേഷൻസിന്റെ അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? ലാൽ ക്രിയേഷൻസ് ഇപ്പോ ഒന്നിങ്ങനെ നിൽക്കുക, ചെറിയ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ദശാവതാരമൊക്കെ നമ്മുടെ ഓഫീസ് വഴിയാണ് ചെയ്തത്. അങ്ങനെ ഒന്നൊരു സൈക്കിള്, അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തായിരുന്നു. പ്രൊഡക്ഷൻ സൈഡിൽ ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്തേക്കായിരുന്നു. 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എനിക്ക് കണ്ണിന് ചെറിയൊരു അപകടം പറ്റിയായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിനുശേഷം സിനിമകൾ കാണൽ കുറഞ്ഞു. അപ്പോൾ ഒരു സിനിമ ഞാൻ എടുക്കുമ്പോൾ ആ സിനിമ ഇവിടുത്തെ ആളുകൾ സ്വീകരിക്കുമെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ എപ്പോഴും പ്രസന്റ് ആയിട്ടുള്ള അവസ്ഥകൾ അറിഞ്ഞിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ തൽക്കാലത്ത് പ്രൊഡക്ഷനും നിർത്തി വെച്ചിരിക്കണം. പക്ഷേ അടുത്ത ജാനുവരി തൊട്ട് വീണ്ടും തുടങ്ങണം. അപ്പോൾ ആ ഒരു ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അഭിനയം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് നാളൊന്നും ഇവിടെ തന്നെ കൂടിയിരിക്കുന്നു. ഓഫീസ് കാര്യങ്ങളും അടുത്തൊരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനിവിടെ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്, ലാൽ മീഡിയ ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഈ സിനിമയുടെ എഡിറ്റിങ്, ഡബ്ബിങ്, റീ റെക്കോർഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ TV സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ ചെയ്യാവുന്ന സൗകര്യങ്ങളുണ്ട്, ഡബ്ബിങ്ങിനും മറ്റു കാര്യങ്ങൾ. ഇപ്പം ഞാൻ പുതിയതായിട്ട് DLS എന്ന പേരിൽ ഒരു DTS മിക്സിംഗ് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ദിലീപും സുരേഷ് ഗോപിയും ഞാനും കൂടി പാർട്ട്നേഴ്സായിട്ട്. എല്ലാവരും
ഇറങ്ങിയല്ലേ ഇപ്പോൾ ബിസിനസ്സിലേക്ക്? അവരെ ഞാൻ വിളിച്ചിറക്കിയതാണ്. അങ്ങനെ നല്ലൊരു സംരംഭം. എനിക്ക് ഒറ്റയ്ക്ക് അത് അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അവരെ കൂടി കൂട്ടി. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തത് വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്ന പടമാണ് മിക്സ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഈ സൗണ്ട് എഞ്ചിനീയറിംഗ്, സൗണ്ടിൻ്റെ എഡിറ്റിങ്, പിന്നെ മറ്റേ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. ഒരുപാട് പേരെ ചേർത്തിട്ടല്ല, ഒരു 10-15 മാക്സിമം ഒരു 20 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ. ഓൾറെഡി പഠിച്ചു വന്ന കുട്ടികൾക്ക് കുറച്ച് അവർക്ക് തിയറി പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടി ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കാനും, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ മിടുക്കനായിരിക്കും, അവന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന വിധത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു സംഭവം. അപ്പം അതിന് വലിയ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന ആളുകളെ കുറച്ച് പേരെയൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ അടുത്ത മാസത്തോടെ തുടങ്ങണമെന്ന് വരും. താങ്കളുടെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത ക്യാമറമാൻ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ വളരെ ഉള്ളാലെ വളരെ സോഫ്റ്റ് ആണ്. പക്ഷെ സിനിമയിൽ കാണുമ്പോൾ താങ്കൾ ഭയങ്കര വില്ലനാണ് അല്ലേ? ആക്ച്വലി ശരിക്കുള്ള ലാൽ എന്ന് പറഞ്ഞ ആളെങ്ങനെയാണ്? ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണെന്ന് പറഞ്ഞത് ക്യാമറമാൻ വേണമായിരിക്കും. അതെ, വേണു പറയും. കാരണം വെച്ചാൽ ഞാൻ നല്ല കുഴപ്പക്കാരനായിട്ടുള്ള ആളാണ്. പക്ഷെ വേണു സോഫ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് വേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ സോഫ്റ്റാണ്. ഞാൻ കുഴപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ സെൽഫിഷായി, വളരെ സ്വാർത്ഥനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ കഴിയുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, ജോലി ചെയ്തതിന് കൂലി കൃത്യമായിട്ട് കൊടുക്കുക, നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഒരു സേഫ്റ്റി നോക്കിയിട്ട്, എൻ്റെ ഒരു സ്വാർത്ഥമായിട്ടുള്ള സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ ഞാൻ എന്ത് കാര്യം ചെയ്യൂ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് അവനവനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു നല്ല ആളാണ് എന്ന് തോന്നിയിട്ട് അയാൾ ഒരു കഥ വന്ന് പറയുമ്പോൾ നല്ല മനുഷ്യനാണ്, അയാളുടെ കഥ എടുത്തേക്കാം എന്ന് ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു കാര്യത്തിലും ഞാൻ അതൊന്നും കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളത് എൻ്റെ കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഒരാൾ മിടുക്കനാണ്, അയാൾക്ക് നന്നായിട്ട് സിനിമ ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുമ്പോൾ പോലും അയാളുടെ ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥ ശരിയല്ല, അത് ചിലപ്പോൾ ഓടാൻ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകാൻ ചാൻസ് കുറവാണ്, പടം ചിലപ്പോൾ നല്ല സിനിമയായിരിക്കും, എങ്കിൽ പോലും ഞാൻ അതിനകത്ത് പിന്മാറുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നോക്കുന്നത് ഒരു നല്ല സിനിമ ഉണ്ടാക്കുന്ന എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കാശുണ്ടാകുന്ന സിനിമ, എനിക്ക് ഗുണം കിട്ടുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്നും ഞാൻ സ്വാർത്ഥനാണ്. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങൾ എനിക്കുണ്ട്. ഇനിയിപ്പോൾ വരുന്ന പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? തലപ്പാവ് എന്ന് പറയുന്ന ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്, മധുബാല ഡയറക്ട് ചെയ്യുന്നത്. നല്ല സിനിമയായിരിക്കും, എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. പെർഫോമൻസ് വൈസും അതിനേക്കാൾ ഉപരി ഒരു നല്ല സിനിമ തന്നെയാണ്.